അല്ല, മോഹൻലാലുമായിട്ടൊരു തർക്കത്തിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും പറയുന്നു. ആം ട്വിസ്റ്റിംഗ്, കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കലാണ്. തിരിക്കുമ്പോഴത്തേക്കും വേദന കൊണ്ട് പലരും പറയും, ഖേദിക്കുന്നു എന്ന് പറയും, ആർക്കും പങ്കില്ല എന്ന് പറയും. ഒരു വലിയ കലാകാരനെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നു. ആരാണോ എത്തിച്ചത് അവര് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സംഘപരിവാർ മോഹൻലാലിനെ പോലെ വലിയൊരു നടന്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് ക്ഷമാപണം നടത്തുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണോ അതിന്റെ? അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സംഘപരിവാറിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സംഘപരിവാറിന്റെ വെട്ടക്കള പറഞ്ഞു കഴിഞ്ഞു. സെൻസർ ബോർഡിലെ BJP നോമിനികൾ അവരുടെ ദൗത്യം വേണ്ടതുപോലെ നിറവേറ്റിയില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതിനർത്ഥം എന്താ? വെട്ടുമാറ്റേണ്ട ഭാഗം വെട്ടുമാറ്റാതെ പ്രേക്ഷകന്റെ അടുത്തേക്ക് എത്തിച്ചതിന്റെ കാരണക്കാർ BJPയുടെ ഈ പറയുന്ന നോമിനീസ് ആണെന്ന് സംഘപരിവാർ പറയുന്നു. എന്തായാലും സിനിമ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെപ്പോലെ ഒരു വലിയ നടൻ, ഇന്ത്യയും ലോകവും അറിയുന്ന വലിയ നടൻ, നമ്മുടെ എല്ലാം ഒരു പ്രിയപ്പെട്ട നടൻ, ആ നടൻ അങ്ങനെ പറയേണ്ടി വന്നുവെങ്കിൽ അത് നമ്മുടെ സിനിമാ ലോകം BJP ഭരണത്തിന്റെ കീഴിൽ എത്തിപ്പെട്ട അവസ്ഥയുടെ ഒരു തെളിവാണത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഖേദകരമായ സ്ഥിതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. കലാകാരന്മാർക്ക് ഇതുപോലെ മാപ്പിരക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു, ഖേദിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. അവർക്ക് ഫേസ്ബുക്കിലെ പോസ്റ്റ് കുറിച്ചിട്ട് ക്ഷമാപണം ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയത് BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഫാസിസ്റ്റ് ഭീകരതയാണ്. ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ പടം കണ്ടില്ലെങ്കിൽ പിന്നീട് അടുത്ത ആഴ്ചയാണ് ഈ പടം കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്ന് വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കത്രിക വെച്ചതിന് ശേഷമായി. അപ്പോൾ സംഘപരിവാർ എന്താണോ പറയുന്നത് അവർ പറയുന്ന പോലെ മാത്രം എല്ലാ കാര്യങ്ങളും ചിത്രീകരിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് എത്തിക്കുകയാണ് അവരിപ്പോൾ തന്നെ. ഇന്ന് തന്നെ ഇല്ലാത്ത നേരം ഉണ്ടാക്കി ഞാൻ വന്നത് കത്രിക വയ്ക്കും മുമ്പ് ഇത് കാണാനുള്ള ഒരു പ്രേക്ഷകന്റെ കലാബോധമുള്ള ഒരു മലയാളിയുടെ അവകാശം കൊണ്ടും താല്പര്യം കൊണ്ടുമാണ് ഇന്ന് തന്നെ ഇത് കാണാൻ ഞാൻ താല്പര്യം കാണിച്ചത്. അല്ലെങ്കിൽ അടുത്ത ആഴ്ച കണ്ടാലും മതിയായിരുന്നു. പക്ഷെ അപ്പോൾ പലതും കാണില്ല. നേരത്തെ ഇടതുപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള സിനിമകളോട് വിജയ സമീപനമല്ലേ സ്വീകരിച്ചത്? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലുള്ള സിനിമകൾ, ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന രീതിയിലുള്ള സിനിമകളോട് അതിന് തിയേറ്റർ പോലും കിട്ടിയിരുന്നില്ല. കാശ്മീർ ഫയൽസ് പോലത്തെ സിനിമകൾ, അതോടൊപ്പം തന്നെ ഈ കേരള സ്റ്റോറി, ഇത്തരം സിനിമകൾക്ക് ഇല്ലാത്തൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഈ എമ്പുരാന് ലഭിക്കുന്നത്? അത് ഇതുമ്പോഴൊക്കെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയും. ആ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഇത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ലെഫ്റ്റ് ഒന്നും ആരും ഈ സെൻസറിൽ അയച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, അന്ന് തിയേറ്റർ പോലും കിട്ടിയില്ല. ഈ സെൻസറിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സംവിധായകനും നടന്മാരും എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ മാധ്യമങ്ങൾക്കൊന്നും? എനിക്കറിയില്ല. എന്തായാലും ഇതുപോലൊരു സ്ഥിതി, റീസെൻസറിംഗ് എന്ന അവസ്ഥ, ഒരു രാഷ്ട്രീയ പാർട്ടി സംഘപരിവാറാകത്തന്നെ സിനിമയെ എങ്ങനെ കിടന്നാക്കാൻ നിൽക്കുന്നു. റീസെൻസറിംഗ് അല്ലല്ലോ, റീ എഡിറ്റിംഗ് അല്ലേ? എന്താ പേര് അത് തന്നെ. പല പേരും പറയാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. റീ സെൻസറിംഗും റീ എഡിറ്റിംഗും അർത്ഥം തന്നെ ഈ കണ്ടസ്റ്റ്. അല്ല, ഈ രണ്ട് ചിത്രങ്ങൾക്കില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെയാണ്? ഇതുപോലെ അവസ്ഥ ആദ്യമാണ് മലയാളം കാണുന്നത്. ഈ സിനിമയിലും എമ്പുരാനിലും ഇടതുപക്ഷ വിമർശനവും ഉണ്ടല്ലോ. എന്നിട്ട് ആരും മലയെടുത്തില്ലല്ലോ. മറുപടി കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടിയ മറുപടി നേരത്തെ വന്നെന്ന് ഞാൻ വായിച്ചു, ഞാൻ കേട്ടത് ഇടതുപക്ഷ വിമർശനത്തിനുണ്ട്. പക്ഷെ ഒരു ഇടതുപക്ഷക്കാരന് മാലെടുത്തില്ല, റീ എഡിറ്റിംഗ് ആവശ്യപ്പെട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും താങ്കളുടെ ഗണിതത്തിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് യാഥാർത്ഥ്യത്തെ അത് കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പിന്നീട് എന്തിനാണ് ഈ ക്ഷമാപണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായത് ഏത് അടിസ്ഥാനത്തിലാണ്? അത് ഇന്ത്യയിലെ പുതിയ അവസ്ഥയാണത്. ഇന്ത്യയിലിപ്പം കലാകാരന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാമുള്ള വിലങ്ങിനെപ്പറ്റി പറയുകയാണത്. അതുണ്ടല്ലോ ഇവിടെ. ഇത് മാത്രം എത്ര സിനിമകൾ, എത്ര സംഭവങ്ങൾ, എത്ര എഴുത്തുകാർ. നിനക്ക് തല വേണോ എഴുത്ത് വേണോ, കഴുത്തോ നിന്റെ എഴുത്തോ, ഇതെല്ലാം കണ്ട രാജ്യമല്ലേ ഇത്. നിലപാടെടുക്കണ്ടേ സിനിമാക്കാർക്ക്? ഒരു സിനിമ ചെയ്ത് കുറച്ചു ദിവസം ഓടി അതിനുശേഷം ആരെങ്കിലും ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വഴങ്ങി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കുറച്ചുകൂടി നിലപാട് ശ്രദ്ധിക്കണ്ടേ? ലോകത്തെല്ലായിടത്തും ഫാസിസം വന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾക്ക് ഈ ഭാഷ അറിയാവും. ഫാസിസ്റ്റുകൾ കലാകാരന്മാരെ, സാഹിത്യകാരന്മാരെ, എഴുത്തുകാരുടെ കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ട്. മോഹൻലാല് ക്ഷമ പറഞ്ഞതോടുകൂടി BJPക്ക് വഴങ്ങി മോഹൻലാൽ ക്ഷമ പറഞ്ഞതാണ് എന്നുള്ള
ആ ഒരു പ്രചരണമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത്. അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ആ പടത്തിനകത്ത് അത്രയും ഹീറോ ആയിട്ട് അഭിനയിച്ച ആൾ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു മാതൃകാ പുരുഷനായി അഭിനയിച്ച ഒരാൾ പിന്നീട് നേരെ ജീവിതത്തിൽ BJPക്ക് വിധേയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. മോഹൻലാലിനെ ഒരു അഭിനയ പ്രതിഭ, ഒരുപാട് കഴിവുള്ള നടൻ സ്വയം ചിന്തിക്കേണ്ടതാണത്. ആരെങ്കിലും കത്രിക കാണിച്ചപ്പോൾ, ആരെങ്കിലും വാളെടുത്തപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ഖേദിച്ച് രംഗത്ത് വന്ന് ഇത് പറഞ്ഞത് ഉചിതമായോ എന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ. അദ്ദേഹത്തെ വിമർശിക്കാൻ ഞാൻ ആളല്ല.